Dear students, നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെം എക്സാം ഈ നവംബർ മാസത്തിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ചില സോഴ്സിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 24-ാം തീയതി തുടങ്ങും, 25-ാം തീയതി തുടങ്ങും. എന്താണെങ്കിലും നമുക്ക് ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമോ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഞാൻ ഫോർ ദി ടൈം ബീയിങ് നമ്മുടെ GST ക്ലാസ് താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിലെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കൂടി വന്നാൽ 8-10 ക്ലാസ് കൊണ്ട് എല്ലാ ടോപ്പിക്കും കവറപ്പ് ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റിവിഷൻ ടൈമിൽ നിങ്ങളുടെ കൈവശമുള്ള ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. വളരെ ബ്രീഫായിട്ട് ഈ ഒരു സബ്ജക്റ്റ് ബിസിനസ് റിലേറ്റഡ് ഫ്രെയിംവർക്ക് നമുക്ക് എങ്ങനെ കവർ ചെയ്യാം, അതിൻ്റെ ആ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. കുറേ ക്ലാസ്സുകൾ അതായിരിക്കും. നമ്മുടെ ആ GST താൽക്കാലികമായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. റെഗുലേറ്ററി ഫ്രെയിംവർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം വരുന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ ആ GSTയുടെ ക്ലാസ് GSTയുടെ ക്ലാസ് തുടരുന്നതായിരിക്കും. എനിവേ ഫോർ ദി ടൈം ബീയിങ് വി വിൽ ബി ഹാവിങ് റിവിഷൻ ഓൺ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചതാണ്. അത് കഴിഞ്ഞിപ്പോൾ ഒരു 6-7 മാസം പിന്നിട്ടത് കൊണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഒട്ടുമുക്കാലും കാര്യങ്ങൾ പോയി കാണും. പക്ഷെ നമ്മൾ റിവിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് കേട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലായിരിക്കും പലപ്പോഴും ഈ എക്സ്പ്ലനേഷൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല എങ്കിൽ കൈൻഡ്ലി റെഫർ ദി ടെക്സ്റ്റ് ബുക്ക് ഓർ റെഫർ ദി റെഫറൻസ് ബുക്ക് ദാറ്റ് യു ആർ ഹാവിങ് വിത്ത് യു. നമ്മൾ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്താണ്, ഇത് നേരത്തെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ബിസിനസ് ലോ അല്ലെങ്കിൽ മെർക്കൻഡൈൽ ലോ അത് തന്നെയാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്കായിട്ട് പറയുന്നത്. അതിൻ്റെ ആ ടോപ്പിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ മാത്രം മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന ബിസിനസ് ലോ അല്ലെങ്കിൽ മെർക്കൻഡൈൽ ലോ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ മെർക്കൻഡൈൽ വന്നു കഴിയുമ്പോൾ മെർക്കൻഡൈൽ ലോ എന്താ, ദി ലോ റിലേറ്റിംഗ് ടു ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ഇതാണ് മെർക്കൻഡൈൽ ലോ. ബിസിനസ് ലോ എന്ന് പറഞ്ഞാൽ ദി ലോ റിലേറ്റിംഗ് ടു ട്രേഡ്, കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി. ട്രേഡും കൊമേഴ്സും ഇൻഡസ്ട്രിയും ഒക്കെ നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ നിയമങ്ങളാണ് നമ്മൾ ബിസിനസ് ലോയിൽ പഠിക്കുന്നത്. അപ്പം അതിൽ തന്നെ നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കോൺട്രാക്റ്റ് ആക്ടിനും അനുബന്ധമായിരിക്കുന്ന മറ്റ് കോൺട്രാക്റ്റുകൾക്കുമാണ്. പ്രധാനമായിട്ടും ഇതിൽ നമ്മൾ കവറപ്പ് ചെയ്യുന്ന ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872, ദെൻ സ്പെഷ്യൽ കോൺട്രാക്ട്സ് ഉണ്ട്, കോൺട്രാക്ട്സ് ഓഫ് ഇൻഡംനിറ്റി, കോൺട്രാക്ട്സ് ഓഫ് ഗ്യാരണ്ടി, ബെയിൽമെൻറ്റ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. ഇത്രയും കാര്യങ്ങളാണ്. ഏജൻസി ഉണ്ട്, ഏജൻസി കോൺട്രാക്റ്റുകൾ. ഇതെല്ലാം കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടപ്പം ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റും മെയിൻ ആക്റ്റും അനുബന്ധമായിട്ട് വരുന്ന മറ്റ് ആക്റ്റുകളുമാണ് നമ്മളിവിടെ കവറപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ട് 2-3 കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ഇന്ത്യയിലെ കോൺട്രാക്റ്റുകളുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ തന്നെ കോൺട്രാക്റ്റ് ലോ നമ്മുടെ സാധാരണ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാ വ്യക്തികളും ഓരോ ദിവസവും അറിഞ്ഞോ അറിയാതെയോ കോൺട്രാക്റ്റുകളിൽ ഏർപ്പെടുന്നുണ്ട്. നമ്മളൊരു ബസ്സിൽ കയറി കഴിയുമ്പോൾ അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു. ബസ്സിൽ കയറുമ്പോൾ എന്താ, ബസ്സിൻ്റെ ആ ഓപ്പറേറ്റേഴ്സും ബസ്സിൽ കയറുന്ന ആളുകളുമായിട്ടൊരു കോൺട്രാക്റ്റാണ്. ഓപ്പറേറ്റേഴ്സ് എന്താ പറയുക, നിങ്ങളെ ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് എത്തിച്ചു തരാം. ബസ്സിൽ കയറുന്ന ആളെന്താ, ഞാൻ ഇത്ര രൂപ അതിന് പ്രതിഫലമായിട്ട് തന്നുകൊള്ളാം. അവിടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്. അപ്പോൾ ഹ്യൂമൻ ഡീലിങ്സ് എല്ലാം തന്നെ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, കരാറുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഡേ ടു ഡേ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് കോൺട്രാക്ട് ആക്ട്. അപ്പോൾ അതെല്ലാ വ്യക്തികളും തന്നെ അറിഞ്ഞിരിക്കണം. നമ്മൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ കോൺട്രാക്ട് ലോ. അപ്പം ഇന്ത്യയിലെ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഗവേൺ ചെയ്യപ്പെടുന്ന എന്താ? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ്. ഇന്ത്യൻ വാട്ട് ഈസ് എ കോൺട്രാക്ട്? ഒരു കോൺട്രാക്ട് എന്താണ്? ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ H, കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് എത്രയേ ഉള്ളൂ? ഇറ്റ്സ് എ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അപ്പം നിയമസഹായത്തോടു കൂടി നടപ്പിലാക്കി എടുക്കാവുന്ന ഒരു എഗ്രിമെന്റ് ആണ് കോൺട്രാക്ട്. ഈ ജനറൽ ഡെഫിനിഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൺട്രാക്ട് ഉണ്ടാകണമെങ്കിൽ എന്താണ്? അതിൻ്റെ അകത്ത് 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഒരു എഗ്രിമെന്റ് ഉണ്ടാകണം, പ്ലസ് എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. ഒരു എഗ്രിമെന്റ് നിയമസഹായത്തോടുകൂടി നടപ്പിലാക്കി എടുക്കാമെങ്കിൽ സച്ച് എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്സ്. അവിടെ നിന്നെന്താ? എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്റ്റ് അല്ല, പക്ഷെ എല്ലാ കോൺട്രാക്റ്റുകളും എഗ്രിമെന്റ് ആണ്. ഇപ്പൊ സോഷ്യൽ എഗ്രിമെന്റ്സ് ഉണ്ട്. A offers to sell his car to B for rupees 1 lakh. That is a contract. But A offers to give a dinner to B. That's only a social agreement. കാർ വിൽക്കാമെന്നുള്ള ആ എഗ്രിമെന്റ് ഫുൾഫിൽ ചെയ്യുന്നില്ല എങ്കിൽ അതിനെന്താ? ലീഗൽ ഓബ്ലിഗേഷൻ ഉണ്ട്, വിൽക്കാനുള്ള ലീഗൽ ഓബ്ലിഗേഷൻ ഉണ്ട്. അതേസമയം ഡിന്നറിന് വിളിക്കുന്നു, ഡിന്നറിന് വിളിച്ചിട്ട് നമ്മൾ ആ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആളുമില്ല, അവിടെ ആരും ഇല്ല എങ്കിൽ എന്താ? അയാളെ കൊണ്ട് നമുക്ക് എന്താ? ഒരു കോടതിയിൽ പോയി കേസ് കൊടുത്ത് എന്നെ ഇന്നെ പോലെ ഡിന്നറിന് കഴിക്കാൻ വിളിച്ചു, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്നെ ഇൻവൈറ്റ് ചെയ്ത ആളില്ല, അതുകൊണ്ട് എനിക്ക് ഇത്ര രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്, ഞാൻ കാർ ഓടിച്ചാണ് വന്നത്, എനിക്ക് മറ്റ് പല പ്രവൃത്തികളും ചെയ്യാമായിരുന്നു, അപ്പം അതുകൊണ്ട് എനിക്ക് കോമ്പൻസേഷൻ തരണം, അല്ലെങ്കിൽ ഡിന്നർ എനിക്ക് വാങ്ങിത്തരാനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം. അപ്പം അങ്ങനെ നമുക്ക് നിയമസഹായം തേടാൻ പറ്റില്ല. അതേസമയം കാർ വാങ്ങാനുള്ള എഗ്രിമെന്റ് ആണ് എങ്കിൽ അതിനെന്താ? കാർ വിൽക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ നമുക്ക് നിയമസഹായത്തോടു കൂടി ആ കാർ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. കാരണം അവിടെ എന്താ? എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. ഒരു കോൺട്രാക്ട് ഉണ്ടാകാൻ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ്. ഇവിടെ എന്താ? there must be an agreement and that agreement must be enforceable by law. നിയമസഹായത്തോടെ അത് എൻഫോഴ്സ് ചെയ്യാൻ സാധിക്കണം, എങ്കിൽ മാത്രമേ ഒരു എഗ്രിമെന്റ് കോൺട്രാക്ട് ആകുന്നുള്ളൂ. അത് ഓർത്തിരിക്കുക. ദെൻ നമുക്ക് അതിൻ്റെ അകത്ത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദി ലോ ഓഫ് കോൺട്രാക്ട്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് ദി ലോ ഓഫ് കോൺട്രാക്ട്, ദാറ്റ് ഈസ് സെക്ഷൻ 1 to 75. ഇപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 സെക്ഷൻ 1 to section 75 ഡീൽസ് വിത്ത് ദി ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് എ കോൺട്രാക്ട്. ഒരു കോൺട്രാക്ടിന്റെ പൊതുവായ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഒരു ജനറൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും സെക്ഷൻ 1 to 75 കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പുറമെ സ്പെഷ്യൽ കോൺട്രാക്റ്റുകളുണ്ട്. സ്പെഷ്യൽ കോൺട്രാക്റ്റുകളിൽ നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയുണ്ട്? സെക്ഷൻ 124 to 238, 124 തൊട്ട് 238 വരെയുള്ള സെക്ഷൻസ് ആണ് സ്പെഷ്യൽ കോൺട്രാക്റ്റുകളുടെ ഡീൽ ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന കോൺട്രാക്ട്സ് ഓഫ് ഇൻഡംനിറ്റി, ദെൻ കോൺട്രാക്ട്സ് ഓഫ് ഗ്യാരണ്ടി, ബെയിൽമെന്റ്, then pledge and agency contract. Pledge and agency. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. എൻ്റെ നിങ്ങളുടെ സിലബസിൻ്റെ ഏകദേശം ഒരു 50% മുകളിൽ ലോ റിലേറ്റിംഗ് ടു ജനറൽ കോൺട്രാക്റ്റ് ആണ്. ലോ റിലേറ്റിംഗ് ടു ജനറൽ കോൺട്രാക്റ്റിൽ ഒരു കോൺട്രാക്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. Then we study all the essential conditions in detail.
നമ്മൾ ജനറലായിട്ട് ഇത് പഠിച്ചതിന് ശേഷം എല്ലാ എസെൻഷ്യൽ കണ്ടീഷൻസും ഡീറ്റെയിൽ ആയിട്ട് കവർ അപ്പ് ചെയ്യുന്നുണ്ട് സെക്ഷൻ വൈസ്. അപ്പം ഈ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട നിയമം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ എക്സാമിനേഷൻ പർപ്പസിന് പുറമെ നിങ്ങളുടെ നിത്യജീവിതത്തിലും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് കോൺട്രാക്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇപ്പം അയലോക്കത്തുള്ളൊരു അയലോക്കക്കാരൻ്റെ പശുവിനെ വാങ്ങാൻ പോകുന്നു. അപ്പം ആ നമ്മളൊരു വില ഓഫർ ചെയ്യുന്നു. ഇപ്പം പശുവിനൊക്കെ ഭയങ്കര വിലയാണ്. എന്താ 75,000 1 lakh ഒക്കെയാണൊരു പശുവിൻ്റെ വില വരുന്നത്. ഒരു 10 ലിറ്റർ അല്ലെങ്കിൽ 15 ലിറ്റർ പാലുള്ള ഒരു പശു ഒരു 1,25,000 അയലോക്കക്കാരൻ്റെ പശുവാണ്. അതിനെ വാങ്ങാൻ എഗ്രിമെൻ്റ് വെക്കുന്നു. നമ്മൾ അതിൻ്റെ തുക അഡ്വാൻസും ഒക്കെ കൊടുത്തു. ഇത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിയുമ്പോൾ പശുവിനെ വിൽക്കാനുള്ള അയൽക്കാരന് തോന്നുകയാണ് ഈ 1,25,000 അത് കൊടുക്കേണ്ട കാര്യമില്ല. ആ പശുവിനെ വിൽക്കുന്നതിൽ നിന്നും അയാൾ പിന്മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അതർ പാർട്ടിക്ക് കോടതിയുടെ സഹായത്തോടു കൂടി ആ പശുവിനെ വാങ്ങിയെടുക്കാൻ സാധിക്കും. കാരണം ഇതെന്താ, ഇത് ലീഗലി ബൈൻഡിങ് എഗ്രിമെൻ്റ് ആണ്, കോൺട്രാക്റ്റാണ്. അപ്പം അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ലീഗലി ബൈൻഡിങ് ആകണമെങ്കിൽ ചില കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. അതെന്താണ്? എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഇപ്പം ജനറലി നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഒരു എഗ്രിമെൻ്റ് വേണം, ആ എഗ്രിമെൻറ്റിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ടാകണം. ഇനി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് കാര്യങ്ങളാണ്? ഒരു ഓഫറും അതിൻ്റെ അക്സെപ്റ്റൻസും വേണം. ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. ഒരു ഓഫർ ക്യാൻ ബി ഒരു സ്പെസിഫിക് ഓഫർ ആകാം, അതുപോലെ പബ്ലിക് ഓഫർ ആകാം, ജനറൽ ഓഫർ ആകാം. ഇതിനെല്ലാം പല ഓഫറുകൾ തന്നെ വരുന്നുണ്ട്. അപ്പം ഈ ജനറൽ ഓഫർ ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാം. പത്രത്തിൽ പരസ്യം വരുന്നു, പശുവിനെ വിൽക്കാനുണ്ട് 75,000 രൂപ, അത് ആർക്ക് വേണമെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാം. അതേസമയം ഇഫ് എ says to B, I am ready to sell my cow to you for ₹75,000, അതെന്താ? എ ബിക്ക് മാത്രമായിട്ട് കൊടുക്കുന്നൊരു ഓഫറാണ്. ഇവിടെ അത് ബിക്ക് മാത്രമേ അത് വാങ്ങാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജനറൽ ഓഫർ ക്യാൻ ബി അക്സെപ്റ്റഡ് ബൈ എനിബഡി. ഇവിടെ സ്പെസിഫിക് ഓഫർ ക്യാൻ ബി അക്സെപ്റ്റഡ് ബൈ ദി പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് മെയ്ഡ്. ആർക്കാണോ ആ ഓഫർ കൊടുക്കുന്ന അയാൾക്ക് മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത് ഓഫർ പുറമേ നിന്ന് ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ അകത്ത് ഇടപെട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഒരു ഓഫർ വേണം, അത് അക്സെപ്റ്റ് ചെയ്യണം. ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. ഈ എഗ്രിമെൻ്റ് എൻഫോഴ്സിബിലിറ്റി വരുന്നുണ്ടെങ്കിൽ, അത് നിയമസഹായത്തോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് എ കോൺട്രാക്ട്. നമ്മൾ ജനറലി ഓർത്തിരിക്കേണ്ടത് എ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അതിൻ്റെ സെക്ഷൻ കൂടെ ഓർത്തിരുന്നേക്കുക. സെക്ഷൻ 2 സബ്സെക്ഷൻ H ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ദെൻ വീണ്ടും കോൺട്രാക്ട് ഉണ്ടാകണമെങ്കിൽ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക: എഗ്രിമെൻറ്റും ദെൻ എൻഫോഴ്സിബിലിറ്റി ബൈ ലോ. ഇവിടെ എൻഫോഴ്സിബിലിറ്റി ഉണ്ടാകണമെങ്കിൽ എന്താ? അവിടെ ഒരു എഗ്രിമെന്റ് ദാറ്റ് ഷുഡ് ക്രിയേറ്റ് എ ലീഗൽ ഓബ്ലിഗേഷൻ. ഒരു ലീഗൽ ഓബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന എഗ്രിമെൻറ്റുകളെ കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നുള്ളൂ. അത് ജനറലി ഓർത്തിരിക്കുക. ഇനി എഗ്രിമെൻ്റ് എന്താണ്? എഗ്രിമെൻ്റ് ജനറൽ നമുക്ക് എന്താ പറയുന്ന, ഒരു 2 പാർട്ടിക്കാർ തമ്മിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പറയാം. ഈ എഗ്രിമെൻറ്റിൻ്റെ ഒക്കെ ഡെഫിനിഷൻ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ ഇയിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് എൻ എഗ്രിമെന്റ്? ഡിഫൈൻ എഗ്രിമെന്റ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? every promise and every set of promises forming consideration for each other, അതാണ് എഗ്രിമെന്റ്. every promise and every set of promise forming consideration for each other. കൺസിഡറേഷൻ ഫോർ ഫോമിങ് കൺസിഡറേഷൻ, പ്രോമിസുകൾക്ക് കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അതാണ് ഒരു എഗ്രിമെന്റ് ആയിട്ട് മാറുന്നത്. അപ്പം ഒരു എഗ്രിമെന്റ് ഉണ്ടാകണമെങ്കിൽ എന്താണ്? ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. When an offer is accepted, that becomes an agreement.
അത് ഓർത്തിരിക്കുക. എഗ്രിമെന്റ് ഈക്വൽ ടു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്. രണ്ടാമത്തെ കാര്യമാണ്, ഒരു കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ, ദാറ്റ് ഈസ് സെക്ഷൻ 2 സബ്സെക്ഷൻ എച്ച്. എഗ്രിമെന്റ് ഡെഫിനിഷൻ തന്നിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ ഇയിലാണ്. അപ്പോൾ അതെന്താ, ആ പറഞ്ഞിരിക്കുന്ന പ്രകാരം എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് കൺസിഡറേഷൻ ഫോർ ഈച്ച് അതർ ഈസ് ആൻ എഗ്രിമെന്റ്. അതും ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. എഗ്രിമെന്റ് ഉണ്ടാകണമെങ്കിൽ there must be an offer and that offer must be accepted by somebody. But A offers to sell his car to B for ₹50,000 and we accept that offer. അവിടെ ഒരു എഗ്രിമെന്റ് ആയി. A ഓഫർ കൊടുത്തു, B അത് അക്സെപ്റ്റ് ചെയ്തു, അവിടെ എഗ്രിമെന്റ് ഉണ്ടായി. ഇനി ഈ എഗ്രിമെന്റ് ഒരു എസെൻഷ്യൽ കോൺട്രാക്ടിന്റെ എല്ലാ കൺസിഡറേഷനും അല്ലെങ്കിൽ എല്ലാ കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നു. ദെൻ നമ്മൾ ഈ എഗ്രിമെന്റുകൾ കോൺട്രാക്റ്റ് ആയിട്ട് മാറുമ്പോൾ പ്രധാനമായിട്ടും കണക്കിലെടുക്കുന്നത് എന്താണ്? ലീഗൽ ഓബ്ലിഗേഷൻ ആണ്. വെദർ ദി എഗ്രിമെന്റ്സ് ക്രിയേറ്റ് എ ലീഗൽ ഓബ്ലിഗേഷൻ ടു ഫുൾഫിൽ ദി പ്രോമിസ്. പ്രോമിസ് ഫുൾഫിൽ ചെയ്യാൻ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്ന പ്രോമിസ് ഫുൾഫിൽ ചെയ്യാനുള്ള ലീഗൽ ഓബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? അങ്ങനെ ഒരു നിയമപരമായ ബാധ്യത ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് മാറും. അപ്പം നിയമപരമായ ബാധ്യത, ലീഗൽ ഓബ്ലിഗേഷൻ, എഗ്രിമെന്റ് മസ്റ്റ് ക്രിയേറ്റ് എ ലീഗൽ ഓബ്ലിഗേഷൻ ഓൺ ദി പാർട്ടീസ്. പാർട്ടികളുടെ മേൽ ഒരു ലീഗൽ ഓബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലേ ആ എഗ്രിമെന്റ് ഒരു കോൺട്രാക്റ്റ് ആകുന്നുള്ളൂ. അല്ലാതെ വരുന്ന എഗ്രിമെന്റുകളൊക്കെ എഗ്രിമെന്റ് ആയിട്ട് നിലനിൽക്കും. പാർട്ടിക്കാരത് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നിയമത്തിന് കുഴപ്പമൊന്നുമില്ല. അതാണ് ഈ സോഷ്യൽ എഗ്രിമെന്റുകൾ, ഡൊമസ്റ്റിക് എഗ്രിമെന്റുകൾ. ഇപ്പൊ എ ബിയോട് ഒരു മാരേജ് പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇൻവിറ്റേഷൻ കൊടുത്തപ്പം ബി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാൻ വന്നേക്കാം. ഞാൻ കൺസേൺ ഡേയിൽ ബി ആ പാർട്ടി അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അവിടെ ഒരു ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. ബിക്കെതിരെ ഒരു നടപടി എടുക്കാൻ പറ്റുകയില്ല. ഒരു കല്യാണ പാർട്ടി ഒരു 500 പേരെ വിളിച്ചുകൊണ്ട് ലിസ്റ്റ് കഴിഞ്ഞിരിപ്പുണ്ട്. ഇതിൽ 300 പേരെ അറ്റൻഡ് ചെയ്തുള്ളൂ. ബാക്കി 200 പേര് അവർക്ക് വേണ്ടി ഫുഡ് തയ്യാറാക്കി, ബാക്കി എല്ലാ അറേഞ്ച്മെന്റും ചെയ്തു. ഡീഡേയിൽ അവർ വന്നില്ല. 200 പേർക്കുള്ള ഫുഡ് വേസ്റ്റായി. പാർട്ടി ഓർഗനൈസ് ചെയ്ത ആൾക്ക് വലിയ നഷ്ടമുണ്ടായി. അപ്പം അതിൻ്റെ അകത്ത് വരാത്തവർക്കെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുകയില്ല. കാരണം എന്താ, അവിടെ ഒരു ലീഗൽ ഓബ്ലിഗേഷൻ ഇല്ല. വെൻ യു അക്സെപ്റ്റ് എ സോഷ്യൽ ഇൻവിറ്റേഷൻ യു ആർ നോട്ട് ക്രിയേറ്റിംഗ് എനി ലീഗൽ ഓബ്ലിഗേഷൻ. നിങ്ങൾക്കൊരു മാരേജ് പാർട്ടി ആരെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാനുള്ള നിയമപരമായ യാതൊരു ബാധ്യതയും ഇല്ല. എന്താ, അതൊരു സോഷ്യൽ ഓബ്ലിഗേഷൻ മാത്രമായിട്ട് നിൽക്കും. ഒരു ലീഗൽ ഓബ്ലിഗേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എഗ്രിമെന്റുകളെ നമുക്ക് കോൺട്രാക്റ്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഈ പാർട്ടിൽ ഒരു 2 പോയിന്റും കൂടെ ഓർത്തിരിക്കണം. അത് ജസ് ഇൻ റം ആൻഡ് ജസ് ഇൻ പേഴ്സൺ. ജസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്നാണ് മീൻ ചെയ്യുന്നത്. ജസ് ഇൻ റം മീൻസ് തിങ്, റൈറ്റ് അഗൻസ്റ്റ് എ തിങ്, റൈറ്റ് അഗൻസ്റ്റ് എ പേഴ്സൺ. അതിൻ്റെ അകത്ത് ഈ 2 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദി ലോ ഓഫ് കോൺട്രാക്ട് ഡീൽസ് വിത്ത് ജസ്റ്റ് ഇൻ പേഴ്സണും. ഇപ്പോൾ കോൺട്രാക്ടിന്റെ ലോ എന്താ, ജസ്റ്റ് ഇൻ പേഴ്സണുമാണ് ഡീൽ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് ജസ്റ്റ് ഇൻ പേഴ്സണും ദി കോൺട്രാക്ട് റിലേഷൻഷിപ്പ് ഈസ് ലിമിറ്റഡ് ടു ദി പാർട്ടീസ് ഓഫ് ദി കോൺട്രാക്ട് അലോൺ. ജസ്റ്റ് ഇൻ പേഴ്സണും പ്രിൻസിപ്പിൾ വെച്ച് ദി കോൺട്രാക്ട് ക്രിയേറ്റ്സ് അല്ലെങ്കിൽ ദി കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ്, കരാർ പ്രകാരമുള്ള റിലേഷൻഷിപ്പ് ഈസ് ലിമിറ്റഡ് ടു ദി പാർട്ടീസ് ടു ദി കോൺട്രാക്ട് അലോൺ. ആ കോൺട്രാക്റ്റിലെ പാർട്ടിക്കാർക്കിടയിൽ മാത്രമേ കോൺട്രാക്ട് റിലേഷൻഷിപ്പ് ഉള്ളൂ. ഇത് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ജസ്റ്റ് ഇൻ പേഴ്സണും. ഇപ്പോൾ കോൺട്രാക്റ്റുകൾ ജസ്റ്റ് ഇൻ പേഴ്സണും റിലേഷൻഷിപ്പാണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ റൈറ്റ് അഗൻസ്റ്റ് എ തിങ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ജസ്റ്റ് ഇൻ റം റൈറ്റ് അഗൻസ്റ്റ് എ തിങ്. Then just in rem refers to those rights associated with conveyance or enjoyment of property. പ്രോപ്പർട്ടിയുടെ എൻജോയ്മെന്റ് അല്ലെങ്കിൽ കൺവയൻസിന്റെ എൻജോയ്മെന്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റൈറ്റ് അഗൻസ്റ്റ് എ തിങ്. എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വസ്തുവിന്റെ മേലുള്ള അവകാശം,
അപ്പം എയ്ക്കൊരു 2 ഏക്കർ സ്ഥലമുണ്ട്. ഈ 2 ഏക്കർ സ്ഥലം എയ്ക്ക് അത് കൈവശം വയ്ക്കാനും അനുഭവിക്കാനും കൃഷി ചെയ്യാനും കൃഷിയിൽ നിന്ന് കിട്ടുന്ന വിളവ് വിൽക്കാനും അതിൻ്റെ പ്രതിഫലം എൻജോയ് ചെയ്യാനുമുള്ള റൈറ്റ് ഉണ്ട്. ദിസ് റൈറ്റ് ഈസ് അഗൈൻസ്റ്റ് എനി അതർ പേഴ്സൺ ഇൻ ദ സൊസൈറ്റി. സമൂഹത്തിലെ മറ്റെല്ലാ ആളുകൾക്കും എതിരെ ഈ അവകാശം എനിക്കുണ്ട്. എനിക്ക് നിയമപരമായിട്ട് ഓണർഷിപ്പുള്ള, ഞാൻ നിയമപരമായിട്ട് കരമൊടുക്കുന്ന ഒരു 2 ഏക്കർ വസ്തു എനിക്കുണ്ടെങ്കിൽ ആ വസ്തു കൈവശം വയ്ക്കാനും കൃഷി ചെയ്യാനും വിൽക്കാനും ഉള്ള അവകാശം എനിക്ക് നിയമം തരുന്നുണ്ട്. ഇതെന്താണ്? റൈറ്റ് അഗൈൻസ്റ്റ് തിങ്. ഇതാണ് പർട്ടിക്കുലറായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ ഈ ഒരു അവകാശം ഇത് ഞാനും സമൂഹത്തിലെ മറ്റെല്ലാ ആളുകൾക്കും ബാധകമാണ്. എൻ്റെ ഈ അവകാശം നിഷേധിക്കാൻ സമൂഹത്തിലെ മറ്റാർക്കും ഒരവകാശമില്ല. അതേസമയം ജസിൻ പേഴ്സണമാണ് എങ്കിൽ വ്യക്തികൾക്കിടയിലുള്ള റിലേഷൻഷിപ്പ് റൈറ്റ് വന്നു കഴിയുമ്പോൾ ദാറ്റ് ഈസ് ലിമിറ്റഡ്. ദാറ്റ് കോൺട്രാക്ട് റിലേഷൻഷിപ്പ് ഈസ് ലിമിറ്റഡ് ടു ദി കോൺട്രാക്ടിങ് പാർട്ടീസ്. ആ കോൺട്രാക്ടിങ് പാർട്ടികൾക്കിടയിൽ അത് ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ അനുബന്ധമായിട്ട് വരുന്നതാണ് ജസ്റ്റിൻ റം ആൻഡ് ജസ്റ്റിൻ പേഴ്സണും. ഇനി നമ്മൾ അടുത്തതായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഇതിൽ തന്നെ നമ്മൾ ജനറലായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണമെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. നമ്മളൊരു 11-12 എസെൻഷ്യൽസ് ആണ് പറയുന്നത്. ഇത് വേണമെങ്കിൽ 15 മാർക്കിന് ചോദിക്കാം. ഇനി ഇതിലെ ഓരോ എസെൻഷ്യൽ കണ്ടീഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് വീണ്ടും നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ ആ ഓരോ എസെൻഷ്യൽ കണ്ടീഷൻസിൻ്റെയും ഡീറ്റെയിൽ സ്റ്റഡിയിൽ അതിൽ നിന്ന് വേണമെങ്കിലും ഓരോ ടോപ്പിക്കും 15 മാർക്കിന് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് തന്നെ വേണമെങ്കിൽ 5 മാർക്കിന് അവർക്ക് ചോദിക്കാം. നമ്മൾ ആദ്യം വളരെ ബ്രീഫായിട്ട് തന്നെ ഈ എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഒന്ന് കവറപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അത് ഈ സെക്ഷൻ ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ? ദി എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഈസ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 10 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദി എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഈസ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ 10 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. ആ 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് സെക്ഷൻ 10 ഈ കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ എൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 10, സെക്ഷൻ 10 പ്രകാരം ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്സ്. എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്റ്റുകളാണ്. ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ദി ഫ്രീ കൺസെന്റ് ഓഫ് പാർട്ടീസ്. ആദ്യത്തെ ഒരു എസെൻഷ്യൽ കണ്ടീഷനായിട്ട് സെക്ഷൻ 10 പറഞ്ഞിരിക്കുന്നത് എന്താ? ഓൾ എഗ്രിമെന്റ്സ് ആർ കോൺട്രാക്ട്സ്. എല്ലാ എഗ്രിമെന്റുകളും കോൺട്രാക്റ്റ് ആണ്. ഒരു കോൺട്രാക്ട് ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ടാകണം. വീണ്ടും സെക്ഷൻ 10 പറയുന്നത് ഇഫ് ദേ ആർ മെയ്ഡ് ബൈ ദി ഫ്രീ കൺസെന്റ് ഓഫ് ദി പാർട്ടീസ്. ഒരു പ്രധാനപ്പെട്ട എസെൻഷ്യൽ കൺസെന്റ്. ഈ എഗ്രിമെന്റിലെ പാർട്ടിക്കാരുടെ ഫ്രീ കൺസെന്റ് ആണ്. സ്വതന്ത്രമായ മനസ്സോടെ ആയിരിക്കണം. മറ്റാരുടെയെങ്കിലും ഭീഷണിയോ പ്രേരണയോ അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്കോ ആരെങ്കിലും കബളിപ്പിച്ചോ ഒന്നും ആകാൻ പാടില്ല. അതാണ് ഫ്രീ കൺസെന്റ്. സ്വതന്ത്രമായ മനസ്സോടെ. ദിസ് ഈസ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ഓൾ ദി കോൺട്രാക്ട്സ്. എല്ലാ കോൺട്രാക്റ്റുകളും ഇത് ആപ്ലിക്കബിൾ ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഫോം ചെയ്തിരിക്കുന്നത് ഭീഷണി മുഖാന്തരമുണ്ട്, കൊയേഷൻ, ഇതൊന്നും വാലിഡിറ്റി ഇല്ല. കൺസെന്റ് ഈസ് നോട്ട് ഫ്രീ. ഇനി കൺസെന്റ് ഫ്രീ അല്ല എങ്കിൽ അതിനാൽ തന്നെ ആ കോൺട്രാക്ട് വോയിഡ് ആകണമെന്നില്ല. നമ്മൾ ജനറലി ഈ കോൺട്രാക്റ്റുകളെ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: വാലിഡ്, വോയിഡ്, വോയിഡബിൾ. വാലിഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിച്ച് ക്യാൻ ബി എൻഫോഴ്സ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലോ. വോയിഡ് വിച്ച് കനോട്ട് ബി എൻഫോഴ്സ്ഡ് വിത്ത് ദി ഹെൽപ്പ്. നിയമസഹായത്തോട് നടപ്പിലാക്കാൻ പറ്റുകയില്ല. നിയമസഹായം കിട്ടുകയെന്നേ ഉള്ളൂ. കോൺട്രാക്റ്റിലെ പാർട്ടികൾ നടപ്പിലാക്കിയാൽ നിയമം അതിൻ്റെ അകത്ത് എതിരൊന്നും പറയുകയില്ല. വാലിഡ്, വോയിഡ്. മൂന്നാമത്തെ ഒരു വോയിഡബിൾ.
which can be made valid or void by one of the parties to the contract, not by the other or others. ഇപ്പോൾ കോൺട്രാക്റ്റിലെ ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ വാലിഡോ വോയിഡോ ആക്കാവുന്ന കോൺട്രാക്റ്റുകളാണ് വോയിഡബിൾ. വാലിഡ് മീൻസ് ഇറ്റ് ഈസ് വാലിഡ്, അത് നടപ്പിലാക്കാം. വോയിഡ് നടപ്പിലാക്കാൻ പറ്റുകയില്ല, നിയമസഹായം കിട്ടുകയില്ല. വോയിഡബിൾ കോൺട്രാക്റ്റിലെ ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ വാലിഡോ വോയിഡോ ആക്കാം. ഈ ജനറലി വോയിഡബിൾ കോൺട്രാക്ട് ഉണ്ടാകുന്ന വെൻ ദി കൺസെന്റ് ഈസ് നോട്ട് ഫ്രീ. ആ കോൺട്രാക്റ്റിലെ ഒരാളുടെ കൺസെന്റ്, സമ്മതം ഫ്രീ അല്ല, അയാളെ ബലപ്രയോഗത്തിലൂടെയാണ്, ഭീഷണിപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ കബളിപ്പിക്കപ്പെട്ടു, ഫ്രോഡ് സംഭവിച്ചു, ഒരു അൺഡ്യൂ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടായി, അല്ലെങ്കിൽ തെറ്റുപറ്റി, മിസ്റ്റേക്കാണ്. ഇവിടെയൊക്കെ എന്താ, അവിടെ ആ കൺസെന്റ് ഫ്രീ അല്ല. കൺസെന്റ് ഫ്രീ അല്ല എങ്കിൽ അങ്ങനെ ഫ്രീ കൺസെന്റ് ഇല്ലാതെ വരുന്ന കോൺട്രാക്റ്റുകൾ അത് വോയിഡ് അല്ല, അത് വാലിഡാണ്. അത് വാലിഡാണ് അൺലെസ് ദാറ്റ് ഈസ് മെയ്ഡ് വോയിഡ് ബൈ ദി പാർട്ടി ഹു ഈസ് എലിജിബിൾ ടു ഡു ദാറ്റ്. ഇത് വോയിഡ് ആക്കാവുന്ന പാർട്ടി അയാളെ റൈറ്റ് എക്സൈസ് ചെയ്യുന്നത് വരെ അത് വാലിഡ് ആയിരിക്കും. ദെൻ കോമ്പീറ്റന്റ് കോൺട്രാക്ട്, അതാ പറയുന്നത് എന്താ, കോമ്പീറ്റന്റ് കോൺട്രാക്ട്. അപ്പം കോൺട്രാക്റ്റിലെ പാർട്ടിക്കാർക്ക് ആ കോൺട്രാക്റ്റ് ഏർപ്പെടാനുള്ള കോമ്പിറ്റൻസി ഉണ്ടാകണം. കോമ്പിറ്റൻസി ഒക്കെ നമ്മൾ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ആർക്കൊക്കെയാണ് കോമ്പിറ്റൻസി ഉള്ളത്? ഇപ്പം മേജർ ആയിരിക്കണം, അതുപോലെ തന്നെ സൗണ്ട് മൈൻഡ് ഉണ്ടായിരിക്കണം. ഇനി കുറേ ആളുകൾക്ക് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല, നിയമം എക്സ്പ്രസ് ഡിക്ലെയർ ചെയ്തിട്ട് അങ്ങനെയുള്ള ആൾക്കാരാകാൻ പാടില്ല. അപ്പം അങ്ങനെയൊക്കെ ആൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് കോമ്പിറ്റൻ്റ് അല്ല. ദെൻ ഫോർ എ ലോഫുൾ കൺസിഡറേഷൻ, ഇതിൻ്റെ കൺസിഡറേഷൻ ലോഫുൾ ആയിരിക്കണം. ആൻഡ് വിത്ത് എ ലോഫുൾ ഓബ്ജെക്ട്, അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഓബ്ജെക്ട് ലോഫുൾ ആയിരിക്കണം. ആൻഡ് നോട്ട് ഹിയർ ബൈ എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ബി വോയിഡ്. രാജ്യത്ത് നിലവിലുള്ള ഏതെങ്കിലും ഒരു നിയമം അത് വോയിഡ് ആണെന്ന് എക്സ്പ്രസ്ലി ഡിക്ലെയർ ചെയ്യപ്പെട്ടിരിക്കാൻ പാടില്ല, സെക്ഷൻ 10 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ അത് കോൺട്രാക്റ്റ് ആയിട്ട് മാറുന്നു. അപ്പം നമ്മൾ ജനറലി ഓർത്തു കഴിഞ്ഞാൽ, ഇൻ ഓർഡർ ടു ബിക്കം എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്റ്റ് ആകണമെങ്കിൽ, ഇൻ ഓർഡർ ടു ബിക്കം എ കോൺട്രാക്ട്, then an agreement must have, an agreement must fulfill certain essential conditions.